2-3 ദിവസമായി പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ എന്നുള്ളൊരു ശങ്ക കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, പറയട്ടെ. എല്ലാവർക്കും ഉള്ളൊരു അനുഭവം തന്നെയായിരിക്കും ഈ ഇതുപോലെ ചെയ്യുന്നവർക്ക്. എന്തിനാണ് ചേട്ടന്മാരെ ഈ ഇൻബോക്സിൽ വരുന്നത്? നമ്മൾ വെറുതെ കോള് ചെയ്യാണ്, വെറുതെ കോള് വരുന്നു. നമ്മൾ ഒരു പരിചയമില്ല, ഒരു ഇതില്ലാത്ത ആളാണ്. എന്തിനാണ് കോള് ചെയ്തത്? എന്ത് പറയാനാണ് ഈ കോൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ പോസ്റ്റിൽ പറയൂ. പ്രത്യേകം പറയുന്നുണ്ട്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ഹാവ് നോ ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ വീണ്ടും എന്തിനാണ് നമ്മളുടെ ഇൻബോക്സിൽ വന്ന് കോൾ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഭാര്യയും ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോൾ വരികയാണെങ്കിൽ ആ കോൾ എടുക്കുമ്പോൾ എന്തായിരിക്കാം സംഭവിക്കുന്നത്? ഞാൻ ഇന്നുവരെ എടുത്തിട്ടില്ല, ഒരുപാട് കോൾസ് വരുന്നുണ്ട്. കോൾസ് വരുമ്പോൾ ഞാൻ ഒന്നുകിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എടുക്കാതിരിക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ വിളിച്ചിട്ട് ഒരാൾ എടുക്കാതിരിക്കുമ്പോൾ പിന്നെ വീണ്ടും അയാളെ ശല്യം ചെയ്യുന്നത് അതൊരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ എടുക്കുന്നില്ല, വീണ്ടും വിളിക്കുന്നു, വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്യും, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ഇൻബോക്സ് ചാറ്റ് ആൻഡ് നോ ടൈം ടു. അപ്പോൾ ഒരുമാതിരി മിക്കവരും അതോടെ പോയി. ചിലർ വീണ്ടും കടിച്ചു തൂങ്ങി, ഓക്കെ സമയമില്ലല്ലേ, ബിസിയാണല്ലേ. എന്തിനാണ് ഇങ്ങനെ ഒരാളെ ശല്യം ചെയ്തത്? എത്ര മോശമാണിത്! എത്ര പ്രാവശ്യം എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു, നിങ്ങളിങ്ങനെ ചെയ്യല്ലേ. ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമ്മളെപ്പോലെയുള്ളവരൊക്കെ വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മളുടെ ജീവിതം ഇത്ര പ്രായത്തിനുള്ളിൽ കിട്ടിയ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് അത് ഉൾക്കൊള്ളാതെ ഒരാളുടെ പ്രൊഫൈൽ നോക്കാതെ ചുമ്മാ കയറി അങ്ങോട്ട് ഇൻബോക്സിൽ വന്ന് കോൾ ചെയ്യുക, ഹായ് പറയുക, ഹലോ പറയുക, എത്ര പ്രതികരിക്കാതിരുന്നാൽ. എന്നാലോ കുറേ നല്ല മനുഷ്യരുണ്ട് നമ്മളോട് എല്ലാ ദിവസവും വെറുതെ ഞാൻ എൻ്റെ മെസ്സഞ്ചർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറേ നാളുകളായി. എങ്കിലും അതിലൂടെ ഒരുപാട് പേര് നല്ല സുഹൃത്തുക്കൾ വെറുതെ ജസ്റ്റ് വിഷ് ചെയ്യും, രാവിലെയും രാത്രിയിലൊക്കെ. ഞാൻ ഒരിക്കലും അവർക്ക് ആർക്കും തിരിച്ച് വിഷ് ചെയ്യാറില്ല. സമയം കിട്ടുകയാണെങ്കിൽ ഒരു തമ്പിടും, അല്ലെങ്കിൽ ഒരു ചിരി, അങ്ങനെ എന്തെങ്കിലും സ്മൈലി ഇടും. അല്ലാതെ ഞാൻ ആർക്കും തിരിച്ചു കൊടുക്കാറില്ല. അതേസമയം എൻ്റെ പോസ്റ്റിൽ ആരെന്ത് പറഞ്ഞാലും, നല്ല കമൻ്റായാലും ചീത്ത കമൻ്റായാലും ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും, ശരിയായ രീതിയിൽ കൊടുക്കും. നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഒരുമാതിരി ഞാൻ ഹൈഡ് ചെയ്യാനാണ് നോക്കുക. എന്നിട്ടും വീണ്ടും വീണ്ടും ബാഡ് കമൻറ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരവരുടെ പിന്നെ തമാശ കുട്ടികൾ പറയും, ഈ അമ്മച്ചിക്ക് വേറെ ജോലിയില്ലേ, തള്ളേ നിങ്ങൾക്ക്, അതൊക്കെ പോട്ടെ, അതൊക്കെ നാച്ചുറൽ കുട്ടികളുടെ ഒരു തമാശ. പക്ഷേ ഈ പ്രായം ചെന്നവർ എന്തിനാണ് മെസ്സഞ്ചറിൽ പോകുന്നത്? മെസ്സഞ്ചറിൽ പോയി ഓരോന്ന് പറയുന്നത് എന്തിനാണ്? എല്ലാവരും നമ്മളെല്ലാം നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇനി അങ്ങനെയുള്ളവർക്ക് എത്ര ചാനലുണ്ട്, നേരെ തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്ത് അവർ വിളിക്കുന്നുണ്ട്. സ്ത്രീകൾ, അങ്ങനെയുള്ള ലേഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിക്കൂടെ? അപ്പം എന്താ അതിൽ പൈസ കൊടുക്കണം? അതുകൊണ്ടാണോ ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുന്നത്? വെരി ബാഡ്, വെരി ബാഡ്. എത്ര പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മെസ്സഞ്ചറിൽ? എന്നോടിപ്പോൾ വൃത്തിയാണെന്നും പറഞ്ഞത് കൊണ്ടല്ല, പക്ഷേ കോൾ വരുന്നു. ഇപ്പോൾ ഇപ്പോഴും ആരൊക്കെയോ കോൾ ചെയ്യുന്നു, വെറുതെ കോൾ റിങ് കേൾക്കും, ഞാൻ എടുക്കാറില്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പരിചയം ഉണ്ടായിട്ട്? യാതൊരു പരിചയവുമില്ല, ഒന്നുമില്ലാത്ത ഒരാളാണ് വെറുതെ കോൾ ചെയ്യുന്നത്. നമ്മൾ അത്രയ്ക്ക് പേഴ്സണലി അറിയുന്നവർക്ക് മാത്രമല്ലേ നമ്മൾ കോൾ ചെയ്ത് സംസാരിക്കാറുള്ളൂ. വെറുതെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ട് നമ്മൾ ഒരാളെ വിളിക്കുമോ? എത്രയോ പതിനായിരക്കണക്കിന് ആളുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്, അവരെ മുഴുവനും വിളിക്കാൻ പറ്റും? നമ്മൾ പോസ്റ്റ് ഇടുന്നത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മൾ വല്ല കോട്സോ, അല്ലെങ്കിൽ നമ്മുടെ ട്രാവൽ ചെയ്യുന്ന അനുഭവങ്ങളോ, അല്ലെങ്കിൽ വല്ല ഫോട്ടോസോ, അല്ലെങ്കിൽ വെറും ജോക്സോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുമ്പോൾ ആ ഇടുന്ന ആളെ അതിലെ വ്യക്തിയായിട്ട് നമ്മൾ കണക്കാക്കരുത്. അത് വെറുതെ അവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുമായിട്ട് ആ കോട്ടിനൊരു ബന്ധവും ഉണ്ടാവില്ല. അതൊന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു കോട്ട് കാണുമ്പോൾ ഉടനെ ആ പടം എടുത്ത് മെസ്സഞ്ചറിൽ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു നല്ല ലവ് കൊടുക്കുക. ഇത് പോയി ആ കമൻറ്റ് ബോക്സിൽ ഇടൂ. അവിടെ കണ്ടാൽ അത് എനിക്ക് ഗുണമുണ്ട്, കാണുന്നവർക്ക് കാണാം, എനിക്ക് കാണാം, വേറെ അതിലൊന്നുമില്ല. ഈ മെസ്സഞ്ചറിൽ പോയിട്ട് ആര് കാണാനാണ്? ഞാൻ റിപ്ലൈ പോലും കൊടുക്കാറില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ വരിക, അവിടെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഇട്ടോളൂ. പറ്റാത്ത ചീത്ത കമൻറ്റാണെങ്കിൽ ഞാൻ ഹൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മെസ്സഞ്ചറിൽ ദയവ് ചെയ്ത് വരാതിരിക്കുക, ദയവ് ചെയ്ത് കോളും ചെയ്യാതിരിക്കുക. ഞാനതൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. എങ്കിൽ കൂടി ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ ചെയ്യുന്ന എൻ്റെ പ്രായത്തിലുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. ഇതുപോലെ ലേഡീസ് ആണുങ്ങളെ ചെന്ന് ശല്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. അതുപോലെ വേറെ എല്ലാവരും അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. ദയവ് ചെയ്ത് എൻ്റെ പൊന്നു സഹോദരന്മാർ, നിങ്ങൾക്ക് പറ്റിയ അതുപോലുള്ള ചാനലുകൾ, അതായത് നിങ്ങൾ വിളിക്കാൻ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ളവർ ആഗ്രഹിക്കുന്നവർ ഒരുപാട് സ്ത്രീകൾ വേറെ ഉണ്ടാവും. അവരെ നോക്കൂ. നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ദയവ് ചെയ്ത് അവരുടെ പ്രൊഫൈൽ ഒന്ന് നോക്കുക, അവർ മുമ്പേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക, എന്നിട്ട് കോൾ ചെയ്യുക, മെസ്സഞ്ചറിൽ പോവുക, ഓരോ കമൻറ്റുകൾ ഇടുക. ഓക്കെ.